ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗാന്ധിജിയുടെ ആശയങ്ങൾ പലപ്പോഴും ജനത മറന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട യുവത്വവും വർഗീയാതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മാറ്റത്തിന് തുടക്കം കുറിച്ച് ഗാന്ധി സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരളത്തിലുടനീളം ഗാന്ധിരഥം സന്ദർശനം നടത്തുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വരവിന്റെ 100ാം വാർഷിക സ്മരണയിൽ ഗാന്ധിരഥം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ലീഗിൽ നിന്നും രാജിവെച്ച് കോർപ്പറേഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ STU സംസ്ഥാന സെക്രട്ടറി VP ആലിക്കോയ LDF പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ആലിക്കോയ. കൂളിമാട് കടവ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് PW ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ ധർണ. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ വഞ്ചിച്ചെന്ന് PTA റഹീം MLA. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഗാന്ധിജിയുടെ വരവിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിരഥം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. കോഴിക്കോട് BM സ്കൂളിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി ഭാരതത്തിൽ തിരിച്ചെത്തിയതിന്റെ 100ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി പീസ് മിഷന്റെ നേതൃത്വത്തിൽ ടൂർഫെഡ്, സിംഫണി TV, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ്, വിവിധ ഗാന്ധിയൻ സംഘടനകൾ എന്നിവരുടെ സംയുക്ത സംരംഭമായി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ 15 വരെ ഗാന്ധിരഥം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. കോഴിക്കോട് BM സ്കൂളിൽ നടന്ന പരിപാടി പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ പ്രസക്തിയെ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്നും ഗാന്ധിജിയുടെ ആശയങ്ങളെ സമകാലീന യുഗവുമായി ബന്ധപ്പെടുത്തണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രയോജനകരമാകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. PV ഗംഗാധരൻ, ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ M രാധാകൃഷ്ണന് ഹാരാർപ്പണം നടത്തി. പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി അധ്യക്ഷത വഹിച്ചു. മദ്യരഹിത, മയക്കുമരുന്ന് രഹിത, ആർഭാടരഹിത വികസിത കേരളം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കേരളത്തിലെ 14 ജില്ലകളിൽ സഞ്ചരിച്ച് ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾക്ക് ഗാന്ധി സന്ദേശങ്ങൾ എത്തിക്കുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. BM സ്കൂളിൽ നടന്ന പരിപാടിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, DDE ഗിരീഷ് ചോലയിൽ, കൃഷ്ണൻ മൂസ്, അഡ്വക്കേറ്റ് M രാജൻ, ഡോക്ടർ M രാധാകൃഷ്ണൻ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ, രഞ്ജിത്ത് സർക്കാർ, ഉസ്മാൻ കോയ, ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാനതല മത്സരങ്ങൾ, ഗാന്ധി ഹ്രസ്വ ചലച്ചിത്ര നിർമ്മാണം, ഗാന്ധി യാത്രകൾ, സമ്പൂർണ്ണ ഗാന്ധി പൈതൃക പരിരക്ഷണ പദ്ധതി തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ മുൻ ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്ത് മെമ്പറായും STU സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ച VP ആലിക്കോയ ലീഗിൽ നിന്നും രാജിവെച്ച് കോർപ്പറേഷൻ 42ാം ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. LDF പിന്തുണ നൽകാമെന്ന് തനിക്ക് ഉറപ്പു തന്നിട്ടുണ്ടെന്ന് ആലിക്കോയ കൂട്ടിച്ചേർത്തു. സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി MC മോഹൻലാലിനാണ്. അയാളെയാണ് നേരത്തെ പഞ്ചായത്തായിട്ട് മെമ്പറായിരുന്നു. ഇപ്പം പഞ്ചായത്ത് ലീഗിന്റെ ഭാരവാഹി അയാളെന്നാണ്. അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് അയാളെന്നാണ്. ഒക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ്. കുഞ്ഞാമുട്ടി അയാളാണ് ഇപ്പോൾ 42ാം ദിവസത്തിലെ എന്റെ സ്ഥാനാർത്ഥി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാമാണിത്വ താൽപര്യത്തിലും BJP സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന കടുത്ത വർഗീയ നിലപാടുകളിൽ നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്ന നിലപാടിൽ പ്രതിഷേധിച്ചും ലീഗിന്റെ മുൻ ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്ത് മെമ്പറായ VP ആലിക്കോയ ലീഗിൽ നിന്നും രാജിവെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ 42ാം ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതായി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മായിൻ ഹാജിയുടെ സ്വന്തം വീടും തറവാട് നിലകൊള്ളുന്ന ഡിവിഷനാണ് 42ാം ഡിവിഷൻ. STU സംസ്ഥാന സെക്രട്ടറിയായും ഇപ്പോൾ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറിയായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് VP ആലിക്കോയ. കൂളിമാട് കടവ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് PW ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ വഞ്ചിച്ചെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു.
കൂളിമാട് കടവ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ വഞ്ചിച്ചെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പല സാങ്കേതികത്വവും പറഞ്ഞ് കൂളിമാട് പാലത്തിന്റെ നിർമ്മാണം മാത്രം വൈകിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ പണി പൂർത്തിയാകുമ്പോൾ കൂളിമാട് പാലത്തിന്റെ വികസനം മാത്രം മുരടിച്ച അവസ്ഥയിലാണ്. ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുവരെ ഞങ്ങള് പ്രദേശത്ത് ഒതുങ്ങി നിന്നിട്ടാണ് സമരം. ഞങ്ങള് അതിന്റെ എല്ലാ കടലാസുകൾക്കും പിന്നാലെ പോയി അതിന്റെ മുഴുവൻ കടലാസ് പ്രവൃത്തികളും ഇപ്പോൾ പൂർത്തിയായി. എസ്റ്റിമേറ്റ് തയ്യാറായി, ഇൻവെസ്റ്റിഗേഷൻ തയ്യാറായി, എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഒരു ഭരണാനുമതിക്കുള്ള ഫയലും മന്ത്രിയുടെ മുമ്പിൽ പെൻഡിംഗ് ആണ്. ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് അതിനാവശ്യം. നാട്ടില് ധർണ നടത്തി, ബഹുജന പ്രക്ഷോഭങ്ങൾ നടത്തി, കരിദിനം നടത്തി. ഇനി ഞങ്ങളിപ്പോൾ കോഴിക്കോട്ടേക്ക് ജില്ലയുടെ തലസ്ഥാന നഗരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് കൂടി പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ EK നസീർ അധ്യക്ഷത വഹിച്ചു. സമരസമിതി കൺവീനർ വീരാൻകുട്ടി മാസ്റ്റർ, ഷമീം പാഴൂർ, TK നാസർ, അസൻ വായോളി, T ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇത്തവണ 10 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് നവരാത്രിയെ ഭക്തിസാന്ദ്രമാക്കുക. പൂജാദ്രവ്യങ്ങൾ ഒരുക്കി നഗരത്തിലെ വിപണിയും സജീവമായി. ഒരു റിപ്പോർട്ട്. 10 ദിവസത്തെ നവരാത്രി ആഘോഷങ്ങൾക്കാണ് ചൊവ്വാഴ്ച തുടക്കമാകുന്നത്. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ദിനങ്ങൾ ആഘോഷങ്ങൾക്കായി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ വർണ്ണാഭമായതും മാറ്റേറിയതുമായിരിക്കും നവരാത്രി ആഘോഷങ്ങൾ. മലബാറിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജയും ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പാളയം തളി റോഡിൽ നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. കരിമ്പ്, അരിപ്പൊരി, ചോളപ്പൊരി, മലർ, അവിൽ, കൽക്കണ്ടം, മുന്തിരി, ശർക്കര തുടങ്ങി നവരാത്രി ആഘോഷങ്ങളിലെ പൂജയുടെ പ്രധാന നിവേദ്യങ്ങളെല്ലാം വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുമാണ് പൂജയ്ക്കാവശ്യമായ കരിമ്പ്, മലർ, അരിപ്പൊരി, ചോളപ്പൊരി തുടങ്ങിയവ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ സാധനങ്ങൾ ഇത്തവണ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ കൃഷി കുറഞ്ഞത് സാധനങ്ങളുടെ വിലയിൽ അല്പം വർധനവ് ഉണ്ടാക്കിയെന്നും ഇവർ പറയുന്നു. നാളെ മുതലേക്ക് നവരാത്രി ആരംഭം കുറിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും വളരാൻ പോവുകയാണ്. വിദ്യാരംഭത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. നാളെ മുതലേക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും അതിനുള്ള സാധനങ്ങളുടെ സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. കമ്പോളം, അരിപ്പൊരി, ചോളപ്പൊരി, അവിൽ, കരിമ്പ്, മലര് എല്ലാ സാധനങ്ങളും കമ്പോളത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മലബാർ ക്ഷേത്രങ്ങളിൽ അത്രയേറെ പ്രാധാന്യമാണ് നവരാത്രി ആഘോഷങ്ങൾക്ക്. അമ്പലങ്ങളിൽ ചൊവ്വാഴ്ച മുതലാണ് പ്രത്യേക പൂജകൾ നടക്കുന്നത്. മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളായ ശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം, തളി മഹാശിവക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുക. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം പുനരധിവാസത്തിന്റെ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ RL ബൈജു മാനസിക രോഗികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും കുറിച്ച് തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു സബ് ജഡ്ജ് RL ബൈജു. 474 പേർക്കാണ് ഭക്ഷണത്തിനുള്ള അനുമതിയുള്ളത്. അത് 650 ആളോളം ആക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, ഡോക്ടർമാരുടെ കുറവ്, മറ്റ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, അങ്ങനെയുള്ള എല്ലാവരുടെയും കുറവ് ഈ ഒരു ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരു കാരണം അവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ വേണ്ടത്ര നന്നായി നടക്കുന്നില്ല. അതിനാരെയും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. മാനസിക രോഗികളെ മനുഷ്യരായി കാണാനും അവരുടെ പുനരധിവാസത്തിനു വേണ്ടി ശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ് എന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകുവാനും മാനസികാരോഗ്യ ചികിത്സാ രംഗത്ത് സർക്കാർ നടത്തിവരുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉതകുന്ന ഒരു ഹ്രസ്വചിത്രം കഥ കാരണം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രം കോഴിക്കോടും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും മില്യൺ മൂവി മേക്കേഴ്സും സംയുക്തമായി നിർമ്മിച്ചിരിക്കുന്നു. സുധീകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംവിധാനം. സിന്ധു S വിശ്വൻ, സുധീകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. ജയപ്രകാശാണ് ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. സബ് ജഡ്ജി RL ബൈജു ആണ് പ്രൊജക്ട് ഹെഡ്. നിർമ്മാണം ഷാൻ പുതുക്കാട്ടിലാണ്. ഈ ചിത്രത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ ശ്രീദേവി ഉണ്ണി, രാജേഷ് ഹബ്ബാർ, സുരേഷ് ബാബു, മധു ശ്രീകുമാർ തുടങ്ങിയവർക്കൊപ്പം പ്രശസ്ത സാഹിത്യകാരി KP സുധീരയും അഭിനയിച്ചിരിക്കുന്നു. 14 ബുധനാഴ്ച വൈകിട്ട് 4:30 ടാഗോർ സെന്റിനറി ഹാളിലാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നടക്കുന്നത്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഔഷധ വ്യാപാരികൾ രാജ്യവ്യാപകമായി ഒക്ടോബർ 14-ന് കടകളടച്ച് സൂചനാ പണിമുടക്ക് നടത്തുന്നു. മരുന്നുകൾ ഓൺലൈൻ വഴി വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഫാർമസികൾക്ക് അംഗീകാരം കൊടുക്കാൻ ഉള്ളൊരു നീക്കമാണ്. ഏതാണ്ട് ഈ മേഖലയിൽ 8 ലക്ഷത്തോളം ഔഷധ വ്യാപാരികളും അവരെ ആശ്രയിക്കുന്ന 60 ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങളും ഇതുകൊണ്ട് അവർക്ക് വളരെ ദോഷമായി അനുഭവിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട്. പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള അവശ്യ മരുന്നുകളുടെ ലഭ്യതക്കുറവ്, സ്വയം ചികിത്സാ സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കൽ, ഹാബിറ്റ് ഫോമിംഗ് മരുന്നുകളുടെ ദുരുപയോഗം, വ്യാപകമായ വ്യാജമരുന്നുകളുടെ ലഭ്യത, യുവതലമുറ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടൽ, ഗർഭനിരോധന മരുന്നുകളുടെയും ഉത്തേജക മരുന്നുകളുടെയും നേരിട്ടുള്ള ലഭ്യത മൂലം ഉണ്ടായേക്കാവുന്ന സാമൂഹിക വിപത്ത്, മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ, മരുന്നുകളുടെ പാർശ്വഫലം പരാതിപ്പെടാൻ പറ്റാത്ത പൊതുജനങ്ങളുടെ നിസ്സഹായാവസ്ഥ എന്നിവ മരുന്ന് വ്യാപാരം ഓൺലൈൻ ആക്കുന്നതോടെ വ്യാപകമാകുമെന്നും AKCDA ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 14-ന് രാവിലെ 10 മണിക്ക് പാസ്പോർട്ട് ഓഫീസ് പരിസരത്ത് നിന്ന് കലക്ടറേറ്റിലേക്ക് പ്രകടനം നടത്തുവാനും കലക്ടറേറ്റ് മുൻപിൽ വെച്ച് നടത്തുന്ന ധർണ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്യുമെന്നും AKCDA ഭാരവാഹികൾ പറഞ്ഞു. തുറമുഖ വാർഫിലെ അസൌകര്യത്തിനിടയിൽ കുടുങ്ങി ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ സുരക്ഷാ ഭീഷണിയിൽ. വാർഫിൽ നങ്കൂരമിടാൻ സൌകര്യമില്ലാത്തതിനാൽ ബാർജിന് പുറത്തായാണ് തീരസേനയുടെ കപ്പലുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. തിരയിളക്കത്തിൽ കപ്പലുകൾ തമ്മിലിടിച്ച് കേടുപാടുണ്ടാകുമെന്നതാണിപ്പോൾ സേനാംഗങ്ങളുടെ ആശങ്ക. C-144, C-404 എന്നിങ്ങനെ 2 ഇന്റർസെപ്റ്റർ കപ്പലുകളാണ് കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ സ്റ്റേഷനിലുള്ളത്. എന്നാൽ ഇവ സുരക്ഷിതമായി നിർത്തിയിടാൻ സൌകര്യമില്ല. തുറമുഖത്തെ പഴയ വാർഫിലായിരുന്നു ഇക്കാലം അത്രയും കപ്പലുകൾ നിർത്തിയിട്ടിരുന്നത്. ഈയിടെ ബേപ്പൂരിൽ MT മലബാർ എന്ന പുതിയ ടഗ് എത്തിച്ചതോടെയാണ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് സ്ഥാനം പോയത്. പുതിയ വാർഫിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓപ്പൺ ബാർജിന് സമീപത്തായാണ് സേനാ കപ്പലുകൾ നിർത്തിയിടുന്നത്. അഴിമുഖത്തിന് അഭിമുഖമായുള്ള ഇവിടെ തിരതള്ളൽ രൂക്ഷമായതിനാൽ കപ്പലുകൾ ബാർജിൽ ഇടിച്ച് കേടാകാൻ ഇടയുണ്ട്. ബേപ്പൂരിൽ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് മാത്രമായി സ്ഥല സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുറമുഖ ഡയറക്ടറെ സമീപിച്ചിരിക്കുകയാണ് തീരസംരക്ഷണ സേന. ബേപ്പൂരിൽ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ അനുവദിച്ചിട്ട് 9 വർഷം പിന്നിട്ടെങ്കിലും സ്വന്തം കപ്പൽ ജെട്ടി എന്ന ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഹാർബറിനോട് ചേർന്ന് ചെറു ബോട്ടുകൾ നിർത്തുന്ന താൽക്കാലിക ജെട്ടി മാത്രമാണ് സേനയ്ക്കുള്ളത്. അടിസ്ഥാന സൌകര്യമില്ലാത്തത് ബേപ്പൂരിന് വലിയ കപ്പലുകൾ അനുവദിക്കുന്നതിന് തടസ്സമാകുമ്പോഴും ജെട്ടി നിർമ്മാണ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പരിമിതമായ തുറമുഖ വാർഫിൽ സേനാ കപ്പലുകൾ നിർത്തിയിടുന്നത് തുറമുഖ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. യാത്രാ കപ്പലുകളും ചരക്ക് വെസലുകളും എത്തുമ്പോൾ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു പതിവ്. ഇങ്ങനെ ദിവസം 2-3 തവണ കപ്പലുകൾ സ്ഥലം മാറ്റിയിടേണ്ടി വരുന്നത് സേനാംഗങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. രാജ്യത്ത് കടൽമാർഗമുള്ള ഭീകരാക്രമണ ഭീഷണി വർദ്ധിച്ച പശ്ചാത്തലത്തിൽ 2006 മെയ്യിലാണ് ബേപ്പൂരിൽ പുതിയ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. പൊന്നാനിക്കും കാസർഗോഡിനുമിടയിലെ തീരസംരക്ഷണ കടൽ രക്ഷാപ്രവർത്തനങ്ങളാണ് സേനയുടെ ചുമതല. 2 കപ്പലുകൾക്ക് പുറമെ IC-115, IC-116 സ്പീഡ് ബോട്ടുകളും ബേപ്പൂർ സ്റ്റേഷനിലുണ്ട്. ജില്ലയിലെ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് RSP തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. പാർട്ടിയുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിവന്നാൽ LDF സഹകരണം തേടുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അറിയിച്ചു. ജില്ലയിലെ സീറ്റ് വിഭജനത്തിൽ പ്രതിഷേധിച്ച് RSP ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചു. പാർട്ടിയുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിവന്നാൽ LDF സഹകരണം തേടുമെന്നും കോഴിക്കോട് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. പക്ഷെ ഇവിടെ ഉണ്ടായത് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ലീഗും കോൺഗ്രസും മാത്രം കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ അതാത് കക്ഷിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അപ്പം മുസ്ലിം ലീഗ് മത്സരിച്ച സീറ്റ് മുഴുവൻ മുസ്ലിം ലീഗിന്, കോൺഗ്രസ് മത്സരിച്ച സീറ്റിൽ അവര്, ജനതാദൾ യുണൈറ്റഡ് മത്സരിച്ച സീറ്റ് അവർക്ക്, പിന്നെ CMP മത്സരിച്ച സീറ്റ്, അങ്ങനെയാണ് ഇപ്പൊ സീറ്റ് വിഭജന ചർച്ച നടന്നത്. അപ്പൊ ഞങ്ങൾ ഈ മുന്നണിയിലേക്ക് കയറി വന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു.
ജില്ലാ പഞ്ചായത്തിൽ കട്ടിപ്പാറ വാർഡ്, ബ്ലോക്ക് പഞ്ചായത്തിൽ കൂടരഞ്ഞി, പുതുപ്പാടി വാർഡുകൾ, കോർപ്പറേഷനിൽ 37-47 വാർഡുകൾ, ഗ്രാമപഞ്ചായത്തിൽ കക്കാടംപൊയിൽ, കൂടരഞ്ഞി, മഞ്ഞപ്പാറ, കോടഞ്ചേരി, പുതുപ്പാടിയിലെ 3 വാർഡുകൾ എന്നിവിടങ്ങളിലും നാദാപുരം പഞ്ചായത്തിലും മത്സരിക്കുമെന്ന് യോഗം അറിയിച്ചു. പരിചയസമ്പന്നരും പൊതുജീവിതത്തിൽ സംശുദ്ധരായവരുമായ സ്ഥാനാർത്ഥികളുമായി കോർപ്പറേഷൻ കൌൺസിലിലേക്കുള്ള LDF സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി. 75 കോർപ്പറേഷൻ കൌൺസിലിൽ 60 സീറ്റുകളിലായാണ് CPM മത്സരിക്കുന്നത്. പൊതുജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും LDF സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചിരിക്കുന്നത്. ആകെയുള്ള 75 സീറ്റിൽ 60 സീറ്റുകളിലായാണ് CPM മത്സരിക്കുന്നത്. മുൻ മേയർമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, MM പത്മാവതി, മുൻ MLA VKC മുഹമ്മദ് കോയ തുടങ്ങിയവരും പട്ടികയിലുണ്ട്. ചെറുകിട വ്യവസായിയായ VKC വ്യാപാരി വ്യവസായ സമിതി, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃതലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. CPM ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. 41ാം വാർഡായ അരീക്കാട് നിന്നാണ് VKC ജനവിധി തേടുന്നത്. മേയറും ഡെപ്യൂട്ടി മേയറുമായി പ്രവർത്തിച്ച് കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നേതൃത്വമാണ് തോട്ടത്തിൽ രവീന്ദ്രൻ. 68ാം വാർഡായ ചക്കോരത്തോളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. പ്രമുഖ എഴുത്തുകാരൻ ബാസി മലാപ്രമ്പ് CPIയുടെ സീറ്റിൽ സ്വതന്ത്രനായി മത്സരിക്കും. CPI 6 സീറ്റിലും NCP 4, ജനതാദൾ S 3, INL 1, കോൺഗ്രസ് S 1 എന്നിങ്ങനെയാണ് ഇടതുമുന്നണിയിൽ വിവിധ കക്ഷികൾ മത്സരിക്കുന്നത്. കോഴിക്കോടിനെ ഒരു മഹാനഗരമായി ഉയർത്തുന്നതിന് കഴിവുള്ളവരെയാണ് പരിഗണിച്ചിട്ടുള്ളതെന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിക്കൊണ്ട് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. പ്രധാനമായും 2 മുൻ മേയർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും. ഒന്ന് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, മുൻ മേയർ MM പത്മാവതി, ശ്രീ VKC മുഹമ്മദ് കോയ. പൊതുസ്ഥലങ്ങളിൽ പെട്ടികൾ സ്ഥാപിച്ച് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. UDFന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കളും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. പട്ടം പറത്തൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പട്ടം പറത്തലിലെ അവസരങ്ങളും വെല്ലുവിളിയും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കൈറ്റ് ഫ്ലയേഴ്സ് ഓഫ് ഇന്ത്യ സഹകരണത്തോടെ നടന്ന പരിപാടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി PA ഹംസ ഉദ്ഘാടനം ചെയ്തു. പട്ടം പറത്തൽ ദിനാഘോഷത്തോടനുബന്ധിച്ച് കൈറ്റ് ഫ്ലയേഴ്സ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ ഇന്ത്യൻ പട്ടം പറത്തലിലെ അവസരങ്ങളും വെല്ലുവിളിയും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അസോസിയേറ്റ് ജോയിന്റ് സെക്രട്ടറി PA ഹംസ ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് ഫ്ലയേഴ്സ് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ജംഷിദ് P. ലില്ലി അധ്യക്ഷത വഹിച്ചു. വൺ ഇന്ത്യ കൈറ്റ് ടീം ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയക്കൽ, ഇൻക്രെഡിബിൾ ഇന്ത്യ വുമൻസ് കൈറ്റ് ടീം ക്യാപ്റ്റൻ മിനി PS നായർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ K. കുഞ്ഞാലി, ഹാഷിം കടാകലകം, ബാസി മലാപ്രമ്പ്, PV അബ്ദുള്ളക്കോയ, മെഹറൂഫ് മണലൊടി, കള്ളിയത്ത് അൻവർ, ഷാഹിർ മണ്ണിങ്ങൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ പട്ടംപറത്തൽ ആഘോഷം അതിന്റെ സംഘാടക മികവിന്റെ പ്രത്യാഘാതമെന്ന് പറയാം. പിറ്റേ ദിവസം അവിടെ നമ്മൾ കണ്ടത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ സംഘടിപ്പിക്കുന്ന 1ാമത് ദക്ഷിണ മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. സംഘടനാ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ അതുൽ കുൽക്കർണി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ സംഘടിപ്പിച്ച 1ാമത് ദക്ഷിണ മേഖലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ അതുൽ കുൽക്കർണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രദീപ് രംഗപ്പ, ഡോക്ടർ ജോസ് ചാക്കോ, ഡോക്ടർ N. രാമകൃഷ്ണൻ, ഡോക്ടർ അനൂപ് കുമാർ AS എന്നിവർ സംസാരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും നൂതനമായ ജീവൻ രക്ഷാ ഉപാധികളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ICU വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 600ഓളം ഡോക്ടർമാർ പങ്കെടുത്തു. സമ്മേളനം അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ഡോക്ടർമാർക്ക് വിശദമായ സംവാദങ്ങളിലൂടെ വെളിച്ചം പകർന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി ക്രിട്ടിക്കൽ കെയർ, അൾട്രാസൌണ്ട്, കോംപ്രഹെൻസീവ് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് എന്നീ വിഷയങ്ങളിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും മെക്കാനിക്കൽ വെന്റിലേഷൻ, ഹെമോഡൈനാമിക് മോണിറ്ററിംഗ് എന്നീ വിഷയങ്ങളിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലും ശില്പശാലകൾ സംഘടിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നൂതന മരുന്നുകളുടെയും നൂതനമായ ജീവൻ രക്ഷാ ഉപാധികളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. 4 ദിവസങ്ങളിലായി കോഴിക്കോട് കടവിലായിരുന്നു സമ്മേളനം നടന്നത്. അവധിക്ക് നാട്ടിലെത്തിയ സൈനികനും സുഹൃത്തും വാഹനാപകടത്തിൽ മരിച്ചു. ബംഗളൂരു കരസേനാ ക്യാമ്പിലെ ജവാൻ കരുവണ്ണൂരിലെ തൈക്കണ്ടി പ്രവീൺ കുമാർ, സുഹൃത്ത് മുതുവൻവെള്ളി അജീഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഉള്ളിയേരിക്കും പേരാമ്പ്രയ്ക്കുമിടയിൽ കരുവണ്ണൂർ മിനി സ്റ്റേഡിയത്തിനടുത്താണ് അപകടമുണ്ടായത്. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. വാർത്തകൾ തുടരുന്നു. വളയനാട് വില്ലേജ് പൌരസമിതിയുടെയും വളയനാട് സിറ്റിസൺസ് വെൽഫെയർ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കച്ചേരിക്കുന്ന് ചാലിയിൽ നടന്ന പരിപാടി മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളയനാട് വില്ലേജ് പൌരസമിതിയുടെയും വളയനാട് സിറ്റിസൺസ് വെൽഫെയർ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് വളയനാട് വില്ലേജിലെ SLC, +2, ഡിഗ്രി, PG തലത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. വിദ്യാർത്ഥി പ്രതിഭാ സംഗമം 2015 എന്ന പേരിൽ കച്ചേരിക്കുന്ന് ചാലിയിൽ നടന്ന പരിപാടി മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളതെല്ലാം വളരെ സത്യയോടുകൂടിയിട്ട് കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ പാകപ്പെടുത്തുവാനായിട്ട് ഉള്ള പരിപാടിയുടെ ഭാഗമായി തുടർ പഠനം, പ്രതീക്ഷയും പ്രതിസന്ധിയും എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് വിഷയാവതരണം നടത്തി. വളയനാട് വില്ലേജ് പൌരസമിതി പ്രസിഡന്റ് TV മാധവൻ നായർ അധ്യക്ഷത വഹിച്ചു. ബാബു കിണാശ്ശേരി, പ്രൊഫസർ ബഷീർ മണലുടി, പ്രൊഫസർ രാഗി ശൈലേന്ദ്രൻ, KT ബീരാൻ കോയ, ശ്രീവല്ലി രാമൻ, MV മാധവൻ, KC ബാലൻ, K അബ്ദുള്ളക്കോയ, KP സുബൈർ, MP പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുമണ്ണ പഞ്ചായത്ത് 17ാം വാർഡ് BJP കുടുംബസംഗമം പന്തീരാങ്കാവിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണ പഞ്ചായത്ത് 17ാം വാർഡ് BJP കുടുംബസംഗമം പന്തീരാങ്കാവ് കോരംപറമ്പിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വരാൻ സാധിക്കണം എന്ന് നരേന്ദ്രമോദി ചിന്തിച്ചു. മഹാത്മജി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് വരിയിൽ നിൽക്കുന്നവൻ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവന്റെ മുഖമാണ്. നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഹരിദാസൻ, 17ാം വാർഡ് BJP സ്ഥാനാർത്ഥി കോരംപറമ്പിൽ ഷെറീന ബാബു, 18ാം വാർഡ് BJP സ്ഥാനാർത്ഥി നിർമ്മല വാസുദേവൻ, കൃഷ്ണൻ എടക്കണ്ടി, KP ബാബു എന്നിവർ സംസാരിച്ചു. ഓളവണ്ണയിൽ വീട് തകർന്നു വീണു. നടുവത്തിലും ഇതിൽ പാത്തുമ്മയുടെ വീടാണ് തകർന്നു വീണത്. ആളപായമില്ല. ഒളവണ്ണ പഞ്ചായത്തിൽ 21ാം വാർഡിലെ നടുവത്തിനിമിത്തിൽ പാത്തുമ്മയുടെ വീട് ഭാഗികമായി തകർന്നു. വർഷങ്ങൾ പഴക്കമുള്ള കട്ട കൊണ്ട് നിർമ്മിച്ച ഈ വീട്ടിൽ പാത്തുമ്മയും മക്കളോടൊപ്പമാണ് താമസിക്കുന്നത്. കാൽ തളർന്ന് കിടപ്പിലായ പാത്തുമ്മ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തുലാവർഷം ശക്തമാകുന്നതോടെ വീട് ഏതു നിമിഷവും നിലമ്പത്താമെന്ന അവസ്ഥയിലാണ്. എങ്ങനെ രക്ഷപ്പെട്ടോ? ഭാഗ്യം എനിക്ക്. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മരിച്ചു വിചാരിച്ചത്. എന്തോ ഭാഗ്യത്തിന് അള്ള കാഴ്ചയിലാക്കി തന്നെ. ഇന്ന് പുലച്ചക്ക് ഒരു 4:45 ആകുമ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ മാനവികത മുഖമുദ്രയാക്കിയ വ്യക്തിത്വമാണ് PV ചന്ദ്രന്റേതെന്ന് MT വാസുദേവൻ നായർ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അധ്യക്ഷനായി ചുമതലയേറ്റ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് ആഴ്ചവട്ടത്തെ പൌരാവലി നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രന് ആഴ്ചവട്ടത്തെ പൌരാവലി സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങ് MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാലത്തോടും സമൂഹത്തോടും ചുറ്റുവട്ടത്തോടും PV ചന്ദ്രൻ എത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിനു പിന്നിലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MT പറഞ്ഞു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ MP വീരേന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു. PV ചന്ദ്രനുള്ള ഉപഹാരം മന്ത്രി ഡോക്ടർ MK മുനീർ സമ്മാനിച്ചു. MT വാസുദേവൻ നായർ PV ചന്ദ്രനെ പൊന്നാടയണിയിച്ചു. നാട്ടുകാരുടെ ആദരമായ മംഗളപത്രം K മുരളീധരൻ കൈമാറി. സഹൃദയ തേനാംകുന്ന് ജനകീയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. കൌൺസിലർ NC മോയിൻകുട്ടി, K മുരളീധരൻ എന്നിവർ സംസാരിച്ചു. PV ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി സാന്ത്വന പരിചരണ രംഗത്തെ പൊതുജന പങ്കാളിത്തം, പ്രസക്തി, പ്രാധാന്യം എന്ന വിഷയത്തിൽ കോഴിക്കോട് താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. അരീക്കാട് NUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അബ്ദുള്ള മണിമ വിഷയാവതരണം നടത്തി. കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് താലൂക്ക് തല സെമിനാർ ദയാ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ അരീക്കാട് NUP സ്കൂളിലാണ് നടന്നത്. സാന്ത്വന പരിചരണ രംഗത്തെ പൊതുജന പങ്കാളിത്തം, പ്രസക്തി, പ്രാധാന്യം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടന്നത്. PK ഗ്രൂപ്പ് ചെയർമാൻ PK അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കൊയിലാണ്ടിയിലെ പേരും മാത്രമാണ് അതിൽ ഒരു കൊല്ലം ഒറ്റ അതിന് ഞാൻ പറയാൻ കാരണം അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് വളണ്ടിയേഴ്സ് വേണം. ഈ വളണ്ടിയേഴ്സും ആത്മാർത്ഥമായ സ്റ്റാഫും ആത്മാർത്ഥമായ ഡോക്ടേഴ്സും ഇത് ഉണ്ടെങ്കിൽ മാത്രമേ വിടയിൽ നടക്കൂ.
അതിനൊരു സംവിധാനം എന്റെ പ്രിയങ്കരനായ റിയാസും മജീസായും അനിസായും പ്രത്യേകിച്ച് ഇതിലെല്ലാം തന്നെ ഒരു ചുക്കാൻ പിടിക്കുന്ന എന്റെ പ്രിയങ്കരനായ അബൂബക്കർ സാഹിബ്, അങ്ങനെ തന്നെ ഇതിനെല്ലാം നിൽക്കുന്ന പ്രശാന്ത്. ഈ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ, കാരണം പലരും പല ജോലിയിലേക്ക് പോവുകയാണ്. കിപ്പ് മുൻ ചെയർമാൻ TM അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ദയ പാലിയേറ്റീവ് കെയർ ചെയർമാൻ റിയാസ് അരീക്കാട്, പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് ഫാക്കൽറ്റി P. അബ്ദുൽ ഖാദർ മുക്കം, മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവി മൊയ്തീൻ തട്ടാശ്ശേരി, യോഹന്നാൻ, EK ഷെരീഫ്, പ്രശാന്ത്, MC മായിൻ ഹാജി, മുഹസിന ഫാറൂഖ് കോളേജ്, KM ഹനീഫ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുള്ള മണിമ വിഷയാവതരണം നടത്തി. ഇരിങ്ങല്ലൂർ അങ്ങാടിയിൽ അപ്ഹോൾസ്റ്ററി വർക്ക്ഷോപ്പ് കത്തിനശിച്ചു. കള്ളിവളപ്പിൽ ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള അൽ അറേബ്യ എന്ന സ്ഥാപനമാണ് കത്തിനശിച്ചത്. 7 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇരിങ്ങല്ലൂർ ബസാറിൽ കള്ളിവളപ്പിൽ ഉസൈന്റെ ഉടമസ്ഥതയിലുള്ള അപ്പോളിസ്റ്റർ ഷോപ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഉപകരണങ്ങളും ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന വിലപ്പെട്ട രേഖകളും കത്തിനശിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. മലയാളം പോലീസും മീഞ്ചന്ത ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് കടയുടമ പറഞ്ഞു. അപകട കാരണം വ്യക്തമായിട്ടില്ല. ഞാൻ രാത്രി 12 മണി വരെ ഞാൻ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 12 മണിക്ക് ശേഷം ഞാൻ പീടിക പൂട്ടി ഞാൻ പോയതാണ്. പയ്യാനിക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 ബാച്ചിലെ സംഗമം ക്ലാസ്മേറ്റ്സ് 2015 വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. അധ്യാപകൻ P. വേലായുധൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യാനിക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1994-95 ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സിന്റെ 1ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് KP ബഷീർ അധ്യക്ഷനായ പരിപാടി P. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ബാലാവകാശ കമ്മീഷനുണ്ട്, രക്ഷിതാക്കളെ കുട്ടിയെ ശിക്ഷിച്ചുകൂടാ, അധ്യാപക കുട്ടിയെ ശിക്ഷിച്ചുകൂടാ, ആർക്കും തന്നെ കുട്ടികളെ ശിക്ഷിച്ചുകൂടാത്തൊരവസ്ഥ കുറെ കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് തിരിക്കുന്നതിന് അറിയുന്നു. P. റസാഖ്, MK മുഹമ്മദ് മാസ്റ്റർ, VV സൈറ ബാനു, VV സോഷിന, KP ഷിജീഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. റിട്ടയർഡ് KSEB ഉദ്യോഗസ്ഥനും ഹൃദ്രോഗിയുമായ ഇരിങ്ങാടൻ പള്ളിയിലെ കുന്നിക്കോട്ട് ദിവാകരന്റെ സ്ഥലത്തേക്കുള്ള വഴി കെട്ടിയടയ്ക്കാനും ഉപദ്രവിക്കാനും ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ശ്രമം നടത്തുന്നതായി പരാതി. ഭൂരിഭാഗം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരിലും ഇവർ നടത്തുന്ന കയ്യേറ്റത്തിലും അനീതിയിലും പ്രതിഷേധമുള്ളവരാണ്. നീതി ലഭിക്കുന്നതിന് അധികാരികളുടെയും പൊതുജനങ്ങളുടെയും സഹായമുണ്ടാവണമെന്നും ദിവാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ എന്ന പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ഓൺ എന്ന പേരിൽ സേന രൂപീകരിക്കുന്നു. സുസജ്ജമായ ഒരു വോളണ്ടിയർ സംഘം രൂപീകരിച്ചുകൊണ്ട് HCF ദുരന്ത ലഘൂകരണ പ്രവർത്തന രംഗത്തേക്ക് അന്തർദേശീയ ദുരന്ത നിവാരണ ദിനത്തിൽ പ്രവേശിക്കുകയാണ് ആക്ട് ഓൺ എന്ന പേരിൽ. ഒക്ടോബർ 14-ന് 4 മണിക്ക് KP കേശവമേനോൻ ഹാളിൽ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ N. പ്രശാന്ത് IAS ആക്ട് ഓൺ ഉദ്ഘാടനം ചെയ്യും. ADGP N. ശങ്കർ റെഡ്ഡിയാണ് വിശിഷ്ടാതിഥി. ഈ ചടങ്ങിൽ പുല്ലുരാമ്പ്ര ഉരുൾപൊട്ട ദുരന്തത്തിൽ അനേകം പേർക്ക് രക്ഷകനായ സത്യജിത്തിനെ ആദരിക്കും. വരുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംവരണ സീറ്റിലല്ലാതെ ജനറൽ സീറ്റിൽ പട്ടികജാതി വർഗ്ഗക്കാരെ സ്ഥാനാർത്ഥികളാക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി വർഗ്ഗ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ പാർട്ടി നോക്കാതെ വിജയിപ്പിക്കാനും അംബേദ്കർ ജനപരിഷത്ത് തീരുമാനിച്ചു. 2016 ജനുവരി 1-ന് തിരുവനന്തപുരത്ത് വെച്ച് പട്ടികജാതി വർഗ്ഗക്കാരുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുവാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വരവിന്റെ 100ാം വാർഷിക സ്മരണയിൽ ഗാന്ധിരഥം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. ലീഗിൽ നിന്നും രാജിവെച്ച് കോർപ്പറേഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുൻ STU സംസ്ഥാന സെക്രട്ടറി VP ആലിക്കോയ LDF പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ആലിക്കോയ. കൂളിമാട് കടവ് പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് PW ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ ധർണ. രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളെ വഞ്ചിച്ചെന്ന് PTA റഹീം MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.